നമസ്കാരം. ആത്മീക യാത്ര എന്ന ഈ ചാനലിലൂടെ ഒരുപാട് മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളെക്കുറിച്ചും താന്ത്രികങ്ങളെക്കുറിച്ചും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെക്കുറിച്ചും സ്വിച്ച് വേർഡുകളെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുപ്രകാരം നമുക്ക് ഏറ്റവും കൂടുതൽ ഫലം തന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വേറെ ആരുടെയുമല്ല, നിത്യകാ ദേവതയുടെ തന്നെയാണ്. നിത്യകാ ദേവതയുടെ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ഉപയോഗിച്ച് ഒരുപാട് പേർ അവരുടെ ജീവിതത്തിൽ ആവശ്യമായ തുകകൾ നേടിയെടുത്തതായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സുകളിലൂടെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, പലർക്കും ഞാൻ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടിയില്ല, ഞാൻ ചോദിച്ച പണം കിട്ടിയില്ല എന്ന് പറഞ്ഞും കമൻറ്റുകൾ ചെയ്യുന്നുണ്ട്. നിത്യകാ ദേവതയെ ഏതെല്ലാം വിധത്തിൽ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം, ഏതെല്ലാം മന്ത്രവാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാം എന്നെല്ലാം പല വീഡിയോകളായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ലിറാഷ് താസ വേഫ വേ നിത്തിക എന്നുള്ള മന്ത്രവാക്ക് ചൊല്ലി വിളിക്കാം, അല്ലെങ്കിൽ നമ്മൾ നിത്തികാസ് മാജിക് ബിഗിൻ നൗ എന്നുള്ള മന്ത്രവാക്ക് ചൊല്ലി വിളിക്കാം. ഇനി അതൊന്നുമില്ലെങ്കിൽ കണ്ണുകൾ അടച്ച് നിത്തികാ ദേവതയുടെ രൂപം സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ആവശ്യപ്പെട്ട തുക എത്രയാണോ അത് നിത്തികാ ദേവത നമ്മളിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി പ്രകടിപ്പിക്കാം. ഇങ്ങനെ നമ്മൾ ഒരുപാട് മെത്തേഡുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഇന്നിവിടെ പറയുവാൻ പോകുന്നത്, ഇന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് നിങ്ങൾ എത്ര രൂപയാണോ ആവശ്യപ്പെടുന്നത് ആ തുക നിങ്ങളിലേക്ക് എത്തിച്ചു തരുവാനായിട്ട് എങ്ങനെയാണ് ഇന്ന് പൗർണമി ദിവസത്തിൽ നിത്യകാ ദേവതയെ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചിലർക്ക് തോന്നാം ഇതെല്ലാം അന്ധവിശ്വാസമല്ലേ എന്ന്, മറ്റു ചിലർക്ക് തോന്നാം ഒരുപാട് തവണ ശ്രമിച്ചു നോക്കി എനിക്ക് കിട്ടിയില്ല എന്ന്, ചിലർക്ക് തോന്നാം എനിക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്നിങ്ങനെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ വിശ്വാസമില്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണണമെന്ന് യാതൊരു തരത്തിലുള്ള നിർബന്ധവും ഞാൻ ഇവിടെ പറയുന്നില്ല. നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോകൾ വിശ്വാസമാണ്, ചെയ്തു നോക്കി ഫലം ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതെല്ലാം തുടർന്ന് കാണുവാനായിട്ട് ശ്രമിക്കുക. അതല്ലാതെ എനിക്ക് കിട്ടിയില്ല, നിങ്ങൾ വെറുതെ പറയുകയാണ് എന്നെല്ലാം പറഞ്ഞാൽ ഈ കിട്ടി എന്ന് കമൻ്റ് ഇടുന്നവരെല്ലാം ആരായി പോകും? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ വെറുതെ ഒരു കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ഒരേ കാര്യം ആവർത്തിച്ചത് പറഞ്ഞതുകൊണ്ട് അത് ശരിയാകണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നിത്യകാ ദേവതയിൽ വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് ആത്മീക യാത്ര എന്ന ഈ ചാനലിൽ ഒരു വിശ്വാസമുണ്ട്, അത് ഞാൻ ചെയ്തു നോക്കി എനിക്കത് ഫലം കിട്ടി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഇനി കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുവാനായിട്ട് ശ്രമിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്തെന്നാൽ, ഒരു രൂപ പോലും ചിലവില്ലാതെ ചെയ്തു നോക്കേണ്ട പല വിധത്തിലുള്ള മെത്തേഡുകളെക്കുറിച്ചും മാനിഫെസ്റ്റേഷനുകളെക്കുറിച്ചുമാണ് നമ്മുടെ ചാനലിലൂടെ ഞാൻ പറഞ്ഞു വരുന്നത്. അത് ആത്മീകം എന്ന ചാനലിലൂടെ ആയാലും ആത്മീക യാത്ര എന്ന ഈ ചാനലിലൂടെ ആയാലും ഞാൻ പറയുന്നത്, ചിലവുകൾ ചെയ്ത് ഒരിക്കലും നമ്മൾ താന്ത്രികങ്ങളോ മാനിഫെസ്റ്റേഷനുകളോ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മുടെ വിശ്വാസം മാത്രമാണ് നമുക്ക് പ്രധാനം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇവിടെ ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്ന് എന്തിനെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത് എന്നാൽ, നമ്മൾ ആവശ്യപ്പെട്ട തുകകൾ എത്ര രൂപ ആണെങ്കിലും അത് നമ്മളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇന്ന് ഈ ഒരു പൗർണമി ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ചൊല്ലേണ്ട ഒരു മാജിക്കൽ നിത്യകാ ദേവതയുടെ മന്ത്രവാക്കിനെ കുറിച്ചാണ്. ഇന്ന് പൂർണ്ണ നിലാവ് ഉദിച്ചു നിൽക്കുന്ന ഒരു ദിവസം. ഈ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളെയും സാമ്പത്തികപരമായ പ്രശ്നങ്ങളെയും തുടച്ചു നീക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസം. ഈ ഒരു ദിവസത്തിൽ നിങ്ങൾ എത്ര രൂപ മനസ്സിൽ കരുതിയാണെങ്കിലും ആ തുക നിങ്ങൾ നിത്യകാ ദേവതയോട് ഒന്ന് ചോദിച്ചു നോക്കുക. എപ്പോഴും നിത്യകാ ദേവതയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. എത്ര രൂപയാണോ നിങ്ങൾക്ക് ആവശ്യം ആ തുക കൃത്യമായി രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ നിത്യകാ ദേവതയെ മാനിഫെസ്റ്റ് ചെയ്യുവാനായിട്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ. നമ്മുടെ കമൻറ്റ് ബോക്സുകളിലും ഒരു സബ്സ്ക്രൈബർ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, നമ്മൾ എത്ര രൂപയാണോ ആവശ്യപ്പെടുന്നത് ആ തുക നമുക്ക് തന്ന് അനുഗ്രഹിക്കും നിത്യകാ ദേവത എന്ന് പറഞ്ഞിട്ട്. കാരണം എന്തെന്നാൽ, നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് നിത്യകാ ദേവതയ്ക്ക് ഒരിക്കലും അറിയില്ല, ഈ പ്രപഞ്ചത്തിന് ഒരിക്കലും അറിയില്ല. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുള്ള തുക എത്രയാണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരാൾക്ക് ഒരു പക്ഷേ 2000 കിട്ടിയാൽ അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാവും, ഒരാൾക്ക് 20,000 കിട്ടിയാൽ, ഒരാൾക്ക് 2 ലക്ഷം കിട്ടിയാൽ എന്നിങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ആവശ്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്താണോ ചോദിക്കുന്നത് അത് കൃത്യമായും വ്യക്തമായും ചോദിക്കുവാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ആ തുക നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. പിന്നീട് ഒരു കാര്യം കൂടി പറയാം, നമ്മൾ
ചെറിയ ചെറിയ തുകകളാണ് ചോദിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നാളെ വൈകുന്നേരത്തിനുള്ളിൽ ആ തുക നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരും. ഉദാഹരണം 2000, 5000, 10,000, 50,000 രൂപ വരേക്കും നിങ്ങളുടെ കഴിവിനനുസരിച്ച്, നിങ്ങളുടെ ജീവിത ശൈലിക്കനുസരിച്ച് നിങ്ങൾക്ക് ഒരു 50,000 രൂപ വരെ പെട്ടെന്ന് നേടിയെടുക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് അത്രയും വരുമാന മാർഗങ്ങളുണ്ട് എന്നിരിക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ തുക നിങ്ങളിലേക്ക് എത്തും. ഇനി ഒരു പക്ഷേ ചെറിയ വരുമാനമുള്ള ഒരാൾ 1,00,000 രൂപ എനിക്ക് അത്യാവശ്യമായി വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, ന്യായമായ തുകയാണ് എന്നുണ്ടെങ്കിൽ, അത് അവർക്ക് കിട്ടുവാനുള്ള തുകയാണ് എന്നുണ്ടെങ്കിൽ, അത് വൈകിക്കൊണ്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ തുക നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. ഇനി അതേ സമയത്ത് ചെറിയ ശമ്പളമുള്ള ഒരാൾ എനിക്ക് 10,00,000 രൂപ വേണം, അത് എനിക്ക് എങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ല, നിതികാ ദേവത എന്നിലേക്ക് എത്തിക്കുമെന്ന് പറയുകയാണെങ്കിൽ അത് നിങ്ങൾ തന്നെ ഒന്ന് സ്വയമായിട്ട് ചോദിച്ചു നോക്കൂ, ആ തുക നേടിയെടുക്കുവാൻ നമ്മൾ അർഹരാണോ എന്നുള്ള കാര്യം. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കടങ്ങൾ മാറ്റിയെടുക്കുവാൻ, അല്ലെങ്കിൽ നിങ്ങൾ അത്യാവശ്യമായിട്ടൊരു തുക നിങ്ങൾക്ക് വേണം, അത് നമുക്ക് കിട്ടിയാൽ നമ്മുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ തീർന്നു കിട്ടും എന്ന് നിങ്ങൾക്ക് ശരിയായ ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തുക നിതികാ ദേവതയോട് ഇന്ന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് രാത്രി മുഴുവനായും സമയമുണ്ട്. നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ പൂർണ്ണ നിലാവൊന്ന് കാണുക. ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നിങ്ങൾ കണ്ണുകൾ അടച്ച് നിശബ്ദമായി അവിടെ കൈകൂപ്പി നിൽക്കുക. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റിയെടുക്കുവാൻ ഈ ഒരു ദിവസത്തിന് സാധിക്കുമെന്ന് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പതുക്കെ കണ്ണുകൾ തുറന്ന് ഇരു കൈയും കൂപ്പി നിതികാസ് മാജിക് ബിഗിൻ നൗ, നിതികാസ് മാജിക് ബിഗിൻ നൗ, നിതികാസ് മാജിക് ബിഗിൻ നൗ എന്നിങ്ങനെ ഒരു 10 മിനിറ്റ് പറയാം. ഈ 10 മിനിറ്റും നമ്മളുടെ ശ്രദ്ധ പിടിച്ചു നിർത്തുവാൻ സാധിക്കണം. നിങ്ങൾ ഏതു കാര്യമാണോ ഉദ്ദേശിച്ച്, അല്ലെങ്കിൽ എത്ര രൂപയാണോ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ഒരു വാക്ക് പറയുന്നത്, ആ തുക കൃത്യമായും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്. അതിനുശേഷമായിരിക്കണം നിങ്ങൾ ചന്ദ്രഭഗവാന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടതും കൈകൾ കൂപ്പി നിതികാ ദേവതയുടെ ഈ മന്ത്രവാക്ക് പറയേണ്ടതും. ഇങ്ങനെ പറയുക. പിന്നീട് വീണ്ടും കണ്ണുകൾ അടച്ച് നിങ്ങൾ ആവശ്യപ്പെട്ട തുക ഒരു ദേവത നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് പോലെയും, ആ ദേവത നിങ്ങളുടെ കൈകളിലേക്ക് ആ പണം തരുന്നത് പോലെയും, ആ തുക കൊണ്ട് നിങ്ങൾ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം നേടിയെടുത്തതുപോലെയും ഒന്ന് സങ്കല്പിച്ചു നോക്കുക. ഇത് നിതികാ ദേവതയാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് താങ്ക് യു നിതിക, താങ്ക് യു നിതിക, താങ്ക് യു നിതിക എന്നിങ്ങനെ എത്ര പ്രാവശ്യം നിങ്ങൾക്ക് നിതികാ ദേവതയോട് നന്ദി രേഖപ്പെടുത്തുവാൻ സാധിക്കുമോ അത്രയും തവണ നിങ്ങൾ നിതികാ ദേവതയോട് താങ്ക് യു എന്ന് പറയാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ഇന്ന് പറഞ്ഞു നോക്കാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞതിനു ശേഷം നമുക്ക് കിടന്നുറങ്ങുവാനായിട്ട് പോകാവുന്നതാണ്. അല്ല, നിങ്ങൾക്ക് ഇനി ചന്ദ്രഭഗവാനെ കാണാൻ സാധിക്കില്ല, ഞങ്ങൾ ഫ്ലാറ്റുകളിലാണ് താമസിക്കുന്നത്, മുകളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും സാരമില്ല. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നമ്മുടെ വീടിനകത്ത് തന്നെ ഇരുന്നു കൊണ്ട് ഒരു 5 മിനിറ്റ് നമ്മുടെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒന്ന് ശ്രദ്ധിച്ചതിനു ശേഷം നമ്മുടെ മനസ്സിൽ നമ്മൾ എത്ര രൂപയാണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ തുക നേടിയെടുക്കുവാൻ പോകുന്നു എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും നമുക്ക് നിതികാ ദേവതയുടെ ഈ നിതികാസ് മാജിക് ബിഗിൻ നൗ എന്നുള്ള മന്ത്രവാക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കാവുന്നതാണ്. അതിനു മുന്നേ നിങ്ങൾക്ക് നിതികാ ദേവതയെ നമ്മൾ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് ക്ഷണിക്കുന്നത്? ഡിയർ നിതിക, ആ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ തുക എത്രയാണോ ആ തുക നിങ്ങളിലേക്ക് എത്തിച്ചു തന്നതിന് നിതികാ ദേവതയോട് നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു എന്ന് പറയാവുന്നതാണ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം നിതികാസ് മാജിക് ബിഗിൻ നൗ എന്നുള്ള ആ മന്ത്രവാക്ക് തുടർച്ചയായിട്ട് എത്ര പ്രാവശ്യം എന്നൊന്നുമില്ല, നമ്മുടെ കോൺസെൻട്രേഷൻ മാറുന്നത് വരെയും നമുക്ക് കണ്ണുകൾ അടച്ച് സമാധാനത്തോടു കൂടി ഈ ഒരു അത്ഭുത മാജിക്കൽ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കാവുന്നതാണ്. ഈ സ്വിച്ച് വേർഡിന് നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ആഗ്രഹിച്ച തുക നമ്മളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു അത്ഭുത കഴിവാണ് ഉള്ളത്. ഞാൻ ഇപ്പോഴും ഇവിടെ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യം, നിങ്ങൾ എത്ര രൂപയാണോ ആവശ്യപ്പെടുന്നത് ആ തുക കൃത്യമായും പറഞ്ഞതിനു ശേഷം നിങ്ങൾ ഈ ഒരു മാജിക്കൽ വാക്ക് പറയുവാനായിട്ട് ശ്രമിക്കുക.
കൂടാതെ ആദ്യമായിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാൻ വേണ്ടി ഈ മന്ത്രവാക്ക് ഇന്നിവിടെ പറയുവാൻ പോവുകയാണ് എന്നെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ഒരു തുക മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾക്ക് ഇതൊരു പരീക്ഷണത്തിന് വേണ്ടിയാണെങ്കിലും വിശ്വാസത്തോടു കൂടി കണ്ണുകൾ അടച്ചുകൊണ്ട് നിത്യകാദേവതയെ ഈ രീതിയിലൊന്ന് മാനിഫെസ്റ്റ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ആവശ്യപ്പെട്ട തുക നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും. അത് ഏത് വിധേനയാണ് എന്നറിയില്ല, പക്ഷെ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട തുക ന്യായമായ തുകയാണെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ഇനി അധിക ദിവസങ്ങൾ നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് വരില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നതാണ്. ഇനി നിത്യകാദേവതയുടെ ഈ മന്ത്രവാക്ക് നിത്യവും മാനിഫെസ്റ്റ് ചെയ്യുവാൻ ഉപയോഗിക്കാമോ? തീർച്ചയായിട്ടും നിത്യകാദേവതയുടെ ഈ മന്ത്രവാക്ക് നമ്മൾ എപ്പോഴും നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ നിറവേറി കിട്ടുവാനും പണ ആവശ്യങ്ങൾ നിറവേറി കിട്ടുവാനും വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ നമ്മൾ നിത്യകാസ് മാജിക് ബിഗിൻ നൗ എന്ന് നമുക്കൊരു നോട്ട് പുസ്തകത്തിൽ എഴുതാവുന്നതാണ്. നമ്മുടെ ആവശ്യമായ തുകകൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഒരു 11 ദിവസം തുടർച്ചയായി എഴുതാം, 9 ദിവസങ്ങൾ തുടർച്ചയായി എഴുതാം. ഇതെല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് ഫലം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിതിനൊന്നും തന്നെ 1 രൂപ പോലും ചിലവുകൾ ഇല്ല. നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ ഇതുപോലുള്ള മെത്തേഡുകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനുകൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും ഒന്ന് ശാന്തമാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടിയും നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയും നമുക്കിത് ചെയ്യുന്നതിൽ ഏതൊരു വിധത്തിലുള്ള തെറ്റുമില്ല. നിങ്ങളുടെ സമയം കളയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ കോൺസെൻട്രേഷനെ പിടിച്ചു നിർത്തുവാൻ സഹായിക്കുവാനായിട്ടാണ് മാനിഫെസ്റ്റേഷനുകളെല്ലാം ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുവാൻ വേണ്ടി, നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് ഈ പ്രപഞ്ചത്തിൻ്റെ മുൻപിലേക്ക് നമ്മൾ എടുത്തു പറയുവാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലുള്ള മാനിഫെസ്റ്റേഷനുകൾ ചെയ്യുവാൻ പറയുന്നത്. അല്ലാതെ നിങ്ങളുടെ 1 രൂപ ചിലവാക്കുവാൻ വേണ്ടിയോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും വിലയുയർന്ന സാധനങ്ങൾ വാങ്ങിച്ച് ഈ താന്ത്രികങ്ങൾ ചെയ്തു നോക്കൂ, അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൽ പോയിട്ട് ഈ വഴിപാട് ചെയ്യൂ എന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം നമ്മളെല്ലാവരും തന്നെ സാധാരണപ്പെട്ട ആളുകളാണ്. നമുക്ക് എങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയോടുകൂടിയും നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയോടുകൂടിയും നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ നമ്മുടെ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക. തീർച്ചയായും ഫലം നമ്മളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ, താന്ത്രികങ്ങൾ, ഏഞ്ചൽ നമ്പറുകൾ, സ്വിച്ച് ബോർഡുകൾ എന്നിവയെക്കുറിച്ച് അറിയുവാൻ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം.